ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മലയാളത്തിന്റെ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് ഇന്റഗ്രേഷൻ ഫസ്റ്റ് സെക്കൻഡും ഉണ്ട്. അതിൽ ആദ്യത്തെ ദിവസത്തെ ഇന്റഗ്രേഷൻ ഫസ്റ്റ് ഉദ്ഗ്രഥനം ഫസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതില് കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വായിക്കാം, എഴുതാം, സംഭാഷണം, ഡയറി എഴുതാൻ, ജലസ്രോതസ്, മാന്ത്രിക പേപ്പർ. ഇത്രയാണ് 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ദിവസത്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസത്തിൽ മലയാള ഭാഷയിൽ നിന്ന് മാത്രം, ഒന്നാമത്തെ ദിവസത്തിലല്ല, മലയാള ഭാഷയിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. വായിക്കാം, എഴുതാം, സംഭാഷണം എഴുതാൻ, ഡയറി എഴുതാൻ, കടങ്കഥ, പോസ്റ്റർ തയ്യാറാക്കുക. ഇത് ഇത്രയും മലയാള ഭാഷയിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് അടുത്ത് കൊടുത്തിരിക്കുന്നത് പരിസര പഠനത്തിൽ നിന്ന് വരുന്നതാണ്. ഏതൊക്കെ? ജലസ്രോതസ്, മാന്ത്രിക പേപ്പർ, ക്രമപ്പെടുത്താം, കലണ്ടർ, വിശേഷം, തൊഴിലുകൾ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് 5 പ്രവർത്തനമായിരിക്കും ആദ്യത്തെ ദിവസം വരുന്നത്. ആദ്യത്തെ ഇന്റഗ്രേഷൻ ഫസ്റ്റിൽ വരുന്നത്. ഇതിന്റെ ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത രണ്ടാമത്തെ ദിവസം ഇന്റഗ്രേഷൻ സെക്കൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. എന്താ ഇവിടെ ഒരു നിറം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ലതായിട്ട് കളർ ചെയ്യുക. ഓക്കെ, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. മേഘത്തിന്റെ കളർ നമുക്കറിയാം, നീലയാണ്. പൂക്കൾക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ വൃക്ഷങ്ങൾക്ക്, ചെടികൾക്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇലകൾക്കെല്ലാം പച്ച നിറമാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞ് കൊടുക്കുക. ബാക്കി ബട്ടർഫ്ലൈക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. എല്ലാ കളറും കൂടെ കൊടുത്തു വരുമ്പോൾ ഇത് കുറച്ചുകൂടെ കളർഫുൾ ആവും. ഞാൻ ഇതിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി ആദ്യത്തെ പ്രവർത്തനം നോക്കാം. വായിക്കാം, എഴുതാം. നോക്കാം, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതിന്റെ ആൻസർ ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ടാവും. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, നോക്കാം. നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം. കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. എന്തായിരുന്നു കാര്യം? മഴ, ഭയങ്കര മഴ. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിൽ എത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ. പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? രാത്രിയായി, വഴി അറിഞ്ഞൂടാ, എങ്ങനെയാണ് വീട്ടിലെത്തുക എന്ന്. ഇത് കണ്ട മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. എന്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. അപ്പൊ ആരാണ് സഹായിച്ചത്? മിന്നാമിനുങ്ങാണ് പൂമ്പാറ്റകളെ സഹായിച്ചത്. ഇത് ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? ആരാണ് സഹായിച്ചത്? മിന്നാമിനുങ്ങ്. അത് ഇവിടെ തന്നെ ഉണ്ട്. മിന്നാമിനുങ്ങാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾക്ക് എന്തോന്ന്? പേടിയായി. അത് കരയാൻ തുടങ്ങി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? കുഞ്ഞു പൂമ്പാറ്റകൾ അല്ലേ? കുഞ്ഞു പൂമ്പാറ്റകളല്ലേ പറഞ്ഞത്? അമ്മ പൂമ്പാറ്റ പറഞ്ഞു ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കുക. ആര് പറഞ്ഞു? കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. കുഞ്ഞു പൂമ്പാറ്റയാണ് പറഞ്ഞത് അല്ലേ? അടുത്ത് നോക്കൂ. എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? എങ്ങനെയാണ് പോയത്? ആരുടെ വെളിച്ചത്തിലാണ്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിലാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിലാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്. ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. മഴക്കാലം എന്ന് കൊടുത്തിട്ടുണ്ട്, പൂന്തോട്ടം എന്ന് കൊടുത്തിട്ടുണ്ട്, മിന്നാമിനുങ്ങിന്റെ സഹായം കൊടുത്തിട്ടുണ്ട്, തളിരിലകൾ. ഏതാണ് വരുന്നത്? മിന്നാമിനുങ്ങിന്റെ സഹായം. അതല്ലേ കുറച്ചുകൂടെ യോജിച്ച പേരെന്ന് പറയുന്നത്. അപ്പൊ തലക്കെട്ട്, അതിന്റെ തലക്കെട്ടായിട്ട് നമുക്ക് ഇത് കൊടുക്കാം. മിന്നാമിനുങ്ങിന്റെ സഹായം എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത രണ്ടാമത്തെ സംഭാഷണം എഴുതാനാണ്.
പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും പൂമ്പാറ്റകളും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? സംഭാഷണം എഴുതാനാണ്. മിന്നാമിനുങ്ങും കുഞ്ഞി പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. എന്താണ് പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങ് എന്താ കരയുന്നത്? അപ്പൊ കുഞ്ഞി പൂമ്പാറ്റകൾ കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. എന്താ കരയെന്ന് ചോദിക്കാണ്. അപ്പൊ പറയാ എന്താണ്? നേരെ ഇരുട്ടി, ഇനി എങ്ങനെ വീട്ടിൽ പോകും എന്ന് അറിയില്ല. മിന്നാമിനുങ്ങ്, അയ്യോ നീ എവിടെ പോകുമ്പോഴാണ് ഇതുണ്ടായത്? കുഞ്ഞി പൂമ്പാറ്റ, ഞാൻ തേൻ കുടിക്കാൻ പോവുകയായിരുന്നു. മിന്നാമിനുങ്ങ്, അയ്യോ നീ പേടിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. കുഞ്ഞി പൂമ്പാറ്റ, ശരി മിന്നാമിനുങ്ങെ, നീ നല്ലവളാണ്, നന്ദി പറയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇതിപ്പോ ഈ കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇതാവുമ്പോഴത്തേക്ക് ആ കഥയിൽ നിന്നുള്ള വാക്കുകൾ തന്നെ എടുത്തു വെച്ച് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോ നേരെ ഇരുട്ടി, ഇനി എങ്ങനെ വീട്ടിൽ പോകുമെന്ന് അറിയില്ല. മിന്നാമിനുങ്ങ്, അയ്യോ നീ എവിടെ പോകുമ്പോഴാണ് ഇതുണ്ടായത്? കുഞ്ഞി പൂമ്പാറ്റ, ഞാൻ തേൻ കുടിക്കാൻ പോവുകയായിരുന്നു. മിന്നാമിനുങ്ങ്, അയ്യോ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ശരി മിന്നാമിനുങ്ങെ, നീ നല്ലവളാണെന്ന് നന്ദി പറയാണ്. അടുത്ത് നോക്കുക, ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഡയറി എഴുതുമ്പോഴത്തേക്ക് കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഡയറി എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ദിവസം എന്നുള്ളത് എഴുതണം. ഏതാണ് ഡേറ്റ് എന്നും, എന്നത്തെ, ഇപ്പോ ഓഗസ്റ്റ് 19 ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ബുധനാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ച എന്നുള്ള അതും കൂടെ ഒന്ന് എഴുതി വെക്കണം. പിന്നെ ഇന്ന് ഞങ്ങൾ തേൻ കുടിക്കാൻ പോയി. ഞാനും കുഞ്ഞുങ്ങളും തേൻ കുടിക്കാൻ പോയത് പകൽ സമയത്തായിരുന്നു. പക്ഷെ പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. അതും വലിയ മഴയായിരുന്നു. ഞങ്ങൾക്ക് വഴി തെറ്റി, ഇരുട്ടായി. കുഞ്ഞുങ്ങൾ പേടിച്ചു കരഞ്ഞു. ഞാൻ അറിയാതെ കുഴഞ്ഞുപോയി. അപ്പോൾ മിന്നാമിനുങ്ങ് വന്നു. അവൾ നല്ലവളാണ്. അവൾ ഞങ്ങളെ കണ്ട് ചോദിച്ചു, എന്താ കരയുന്നതെന്ന്. ഞങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം. നമ്മൾ എല്ലാവരും മിന്നാമിനുങ്ങിന്റെ സഹായത്തോടെ വീട്ടിലെത്തി. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. നന്ദി മിന്നാമിനുങ്ങ്. ഇത്രയും അമ്മ പൂമ്പാറ്റ എഴുതുന്ന ഡയറിയാണ്. ഓക്കെ. ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. മറ്റേ ഒരുപാട് വലിയ വലിയ സെന്റൻസുകളൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുതാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് ബേസ് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ ഒന്ന് ഡയറി ആയിട്ട് എഴുതിയാൽ മതി. ഡയറി എഴുതുമ്പോഴത്തേക്ക് അതിനൊരു കോളം വേണം. കോളം വരച്ചിട്ടായിരിക്കണം എഴുതുന്നത്. പിന്നെ മസ്റ്റായിട്ട് ഡേറ്റ് വേണം. ഡേറ്റ് ഇയർ അത് മസ്റ്റായിട്ട് വേണം. അത്രയേ ഉള്ളൂ ഡയറിയുടെ. അടുത്ത പ്രവർത്തനം നോക്കാം. എന്തോന്നാണ്? ജലസ്രോതസ്. കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എൻ്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. നോക്ക്, ആമയിരിക്കുന്നുണ്ട. ആമ, കൊക്ക്, പിന്നെ മത്സ്യങ്ങളുണ്ട്, പൂമ്പാറ്റകളുണ്ട്. ഇതെന്താണ്? ഇത് കാണുന്ന എന്താണ്? ഒരു കുളമാണ് കാണുന്നത് അല്ലേ? അതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ്? ഏത് ജലസ്രോതസ്സാണ്? കുളമാണ് കാണുന്നത് തന്നല്ലോ. താഴെ കൊടുത്തവയിൽ നിന്ന് ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. ഏതൊക്കെയുണ്ട്? കിണർ ഒരു ജലസ്രോതസ്സാണ് അല്ലേ? പിന്നെ മരം വരുവോ? ഇല്ല. തടാകം ജലസ്രോതസ്സാണ്. കാട് വരുവോ? ഇല്ല. കടൽ ഒരു ജലസ്രോതസ്സാണ്. പുഴ വരുമല്ലോ, പുഴയും ജലസ്രോതസ്സാണ്. ആമ്പൽ വരില്ല, മിന്നൽ വരില്ല. തോട് ഒരു ജലസ്രോതസ്സാണ് അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്? കിണർ, തടാകം, കടൽ, പുഴ, തോട്. ഓക്കെ, അത് വരച്ച് ചേർക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാൻ. നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. കിണറിനെ കുറിച്ച് വേണമെങ്കിൽ എഴുതാം, പുഴ, ഞാൻ ഇവിടെ കുളമാണ് എഴുതിയിരിക്കുന്നത്, അരുവി, അങ്ങനെ ഏത് ജലസ്രോതസ്സിനെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഞാൻ ഇപ്പൊ കുളത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കുളം എന്ന് പറയുന്നത് വെള്ളമുള്ള സ്ഥലമാണ്. കുളത്തിൽ മഴവെള്ളം കിട്ടും. മക്കൾ കുളത്തിൽ കുളിക്കും, മീനുകൾ കുളത്തിൽ താമസിക്കുന്നു, കുളം നമുക്ക് ഉപകാരപ്പെടുന്നു, നാം കുളം ശുചിയായി വയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് കുളത്തിനെ കുറിച്ച്.
ഓക്കെ, കുളത്തിൽ ആൾക്കാർ കുളിക്കാറുണ്ട്, പിന്നെ നിറയെ വെള്ളം ഉണ്ടാവും, പിന്നെ എന്തോന്നാണ് മീനുകൾ നിറയെ കാണും. കുളം നമുക്ക് പല രീതിയിൽ ഉപകാരപ്പെടും ഇല്ലേ? ഇപ്പോൾ പശു, ആട് അങ്ങനെയൊക്കെയുള്ള ജീവികളെ കൊണ്ടിട്ട് കഴുകുന്നത്, ചിലപ്പോൾ തുണി നനയ്ക്കുന്നത് ഒക്കെ ചിലപ്പോൾ കുളത്തിലൊക്കെ ആയിരിക്കും. പിന്നെ നാം ആ കുളത്തിനെ ശുചിയായി സൂക്ഷിക്കണം, വൃത്തിയായിട്ട് നമ്മൾ അതിനെ സൂക്ഷിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്. മാന്ത്രിക പേപ്പർ. ക്ലാസ്സിൽ ചെയ്ത പരീക്ഷണം കണ്ടല്ലോ, പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നു, ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഗ്ലാസിന്റെ അകത്ത് പേപ്പർ വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ഇങ്ങനെ തലകീഴ പിടിച്ചിരിക്കുന്നു. എന്താണ് പരീക്ഷണത്തിന്റെ പേര്? മാന്ത്രിക പേപ്പർ എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ നനയാതെ വെള്ളത്തിൽ വയ്ക്കുക, ആ ഒരു പരീക്ഷണമാണ്. നോക്കാം എങ്ങനെയാണെന്ന്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണം? ഒരു പാത്രം വേണം, പിന്നെ ഒരു ഗ്ലാസ്, കുറച്ച് പേപ്പർ. അപ്പൊ പാത്രത്തില് വെള്ളം നിറച്ചതായിരിക്കണം, ഗ്ലാസ് തലകീഴായി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്ലാസ് ആയിരിക്കണം, എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റണം തരത്തിലുള്ളതായിരിക്കണം. കുറച്ച് പേപ്പർ ചുരുട്ടുന്നതായിരിക്കണം, എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കണം. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കണം. പിന്നെ പരീക്ഷണം ചെയ്യുന്ന വിധം എങ്ങനെയാണ്? കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിക്കുക, ഒരു പേപ്പർ ചുരുട്ടി ഗ്ലാസിന്റെ അടിയിൽ അകത്ത് വയ്ക്കുക, ഗ്ലാസ് തലകീഴായി ജലത്തിലുള്ള പാത്രത്തിൽ ഇളക്കാതെ വയ്ക്കുക. അപ്പൊ ഇനി ഗ്ലാസ് എടുത്ത പേപ്പർ നോക്കുക. അപ്പൊ കുറച്ചു നേരം ഈ പാത്രത്തിനകത്ത് ഗ്ലാസ്സിന് ഇവിടെ പരീക്ഷണം ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഈ ഒരു ലെവലിൽ താഴോട്ട് ഇറക്കി കുറച്ചു നേരം അങ്ങനെ വെച്ചിരിക്കുക. ഗ്ലാസ് ചരിക്കാൻ പാടില്ല, ഗ്ലാസ് ചരിച്ചാൽ ഗ്ലാസ്സിനകത്തോട്ട് വെള്ളം കയറും. അല്ലാതെ നേരെ തന്നെ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് അതിനുള്ളിലെ പേപ്പർ എടുക്കണം. ഗ്ലാസ് എടുത്ത് പേപ്പർ നോക്കുക, പേപ്പർ നനഞ്ഞിട്ടുണ്ടാവോ? നനഞ്ഞിട്ടുണ്ടാവില്ല, പേപ്പറിൽ നനയില്ല. അതെങ്ങനെയാണ്? നമുക്ക് ഈ വെള്ളത്തിനകത്തല്ലേ നമ്മൾ ഇറക്കിയത്, എന്നിട്ട് എന്തുകൊണ്ട് ഗ്ലാസ്സിലുള്ള പേപ്പർ നനഞ്ഞില്ല? എന്താണ് കാരണം? ഗ്ലാസ്സിനകത്ത് വായു ഉണ്ട്, അതുകൊണ്ട് വെള്ളം ഗ്ലാസ്സിനകത്ത് കയറാൻ പറ്റില്ല. ഗ്ലാസ്സിനകത്ത് വായു ഉള്ളത് കൊണ്ട് വെള്ളത്തിന് ഗ്ലാസ്സിനകത്തോട്ട് കയറാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പേപ്പർ നനയാതെ ഇരുന്നത്. ഓക്കെ, ഇതൊരു പരീക്ഷണമാണ്. ഓക്കെ, ക്ലിയർ ആയ? അപ്പോൾ 5 പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ ദിവസം ഉണ്ടാവുക. മലയാളവും പരിസര പഠനവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒന്നാമത്തെ ദിവസത്തെ ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ മോഡലാണ്, ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ മോഡലാണ്. നോക്കി വെക്കുക, ഈ ഒരു രീതിക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.